ധന്യയുടെ അനുഭവം കേൾക്കാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ധന്യ, സ്ഥലം മാവേലിക്കര. ഈ അടുത്തിടയ്ക്കാണ് സാറിൻ്റെ ത്രിമധുരം ചാനൽ കാണാനിടയായതും കേൾക്കാൻ തുടങ്ങിയതും. അപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഒരനുഭവം എഴുതണമെന്ന്. സത്യത്തിൽ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് കണ്ണൻ എനിക്കും ഒരു അനുഭവം തന്ന കാര്യം ഓർക്കുന്നത്. എനിക്കൊരു മോളും മോനും. മോളിപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. മോന് 7 വയസ്സ്. ഇനി അനുഭവം പറയാം. മോൾക്ക് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് കാലിൻ്റെ തുടയിൽ ഒരു പരു വന്നു. കാര്യമാക്കിയില്ല, എന്നോട് പറഞ്ഞതുമില്ല. വേറെ ഒരാൾക്ക് അത്ര കാണാൻ സാധിക്കാത്ത സ്ഥലമായതിനാൽ എനിക്ക് നോക്കാനും കഴിഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് ചുവപ്പ് നിറവും നീരും വെച്ചു. അത് ശരിക്കും പഴുപ്പ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. നല്ല വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പേടിച്ചു പോയി. ആ ഭാഗം അത്ര കല്ലിച്ച് നീര് വന്നു. പഴുത്ത് കട്ടിയായിരുന്നു. ഞാൻ ഭയങ്കര കരച്ചിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. 2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ പഴുപ്പ് കയറി കാല് പോകുമായിരുന്നു എന്ന്. പിന്നീട് ഒട്ടും മരവിപ്പിക്കാതെ തന്നെ പഴുപ്പ് എടുത്തു കളഞ്ഞു. ഡ്രസ്സ് ചെയ്തു. ഭയങ്കര വേദനയായിരുന്നു. 3 ഡേയ്സ് അഡ്മിറ്റ്. പിന്നീട് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് ചെയ്യണമെന്നും ഉപ്പുവെള്ളത്തിൽ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ 1 മാസമായിട്ടും ഈ മുറിവ് കരിയുന്നില്ല. ഒരു ദിവസം ചെറുതായ പോലെ തോന്നും, പിറ്റേ ദിവസം വലുതായ പോലെ തോന്നും. വീണ്ടും ഡോക്ടറിനെ കാണിച്ചു. പരിശോധിച്ചപ്പോൾ ഫിസ്റ്റുല ആയി, അതിൻ്റെ റൂട്ട് ഇരിപ്പുണ്ടാവും, അതുകൊണ്ടാണ് കരിയാത്തതെന്നും പറഞ്ഞു. സർജറി വേണ്ടിവരുമെന്നും അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഞാനും ഹസ്ബൻഡും മോളും കൂടെ പോയി. കൊറോണ ടൈം ആയിരുന്നു. ഡോക്ടറിനെ കണ്ടു, MRI എടുത്തു. റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 2 വെയിനിൻ്റെ ഇടയിലാണ് അതിൻ്റെ റൂട്ട് പോകുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പ്ലേറ്റ് ഇടണമെന്ന്. അത് കഴിഞ്ഞ് കരിയുമ്പോൾ ഇട്ട പ്ലേറ്റ് ഊരാൻ വരണമെന്നും പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. ഹസ്ബൻഡിന് ജോലിയുള്ളതിനാൽ ഞാനാണ് കൂട്ടിരുന്നത്. ഓപ്പറേഷന് രാവിലെ തന്നെ കൊണ്ടുപോയി. കുഞ്ഞുള്ളത് കൊണ്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും വരാൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിൽ എൻ്റെ അപ്പച്ചി തന്ന ഒരു നാരായണീയത്തിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ നാരായണീയം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ പുസ്തകം മാത്രം എവിടെ പോയാലും കൊണ്ടുപോകും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. അതിൻ്റെ പുറത്തെ പേജിലെ ഭഗവാന്റെ ചിത്രം നോക്കി പ്രാർത്ഥിക്കും. അതല്ലാതെ ഒന്നും തുറന്നു വായിക്കാൻ മനസ്സുണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുസ്തകവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ മോളെ കയറ്റിയപ്പോൾ ഡോറിന് നേരെ ഇരുന്ന് പുസ്തകത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എത്ര മണിക്കൂറാണെന്നറിഞ്ഞില്ല. മനസ്സ് ഭഗവാനിൽ മാത്രം നാരായണ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടേഴ്സ് പുറത്തിറങ്ങി. അതിൽ ഒരു ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, പ്ലേറ്റ് ഇടേണ്ടി വന്നില്ല, സുഖമായിരിക്കുന്നു എന്ന്. ഞങ്ങൾ വിചാരിച്ച പോലെ കുഴപ്പമില്ല എന്നും. ഞാൻ അറിയാതെ കരഞ്ഞുപോയി സാർ. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. പിന്നീട് റൂമിൽ കൊണ്ടുവന്നു, സംസാരിച്ചു. പാതി മയക്കത്തിലായിരുന്നു. എന്നിട്ടും 11 ദിവസങ്ങൾ വേണ്ടി വന്നു ആ മുറിവ് ഉണങ്ങാൻ. അത്രയും വിശ്വാസമായിട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കൈവിടില്ല. എവിടെ പോയാലും നാരായണീയത്തിൻ്റെ പുസ്തകം ഉണ്ടാവും എൻ്റെ കൂടെ. പിന്നീട് എൻ്റെ മോളെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഈ 2 അനുഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അടുത്ത അനുഭവം പിന്നീട് എഴുതാമെന്ന് വിചാരിക്കുന്നു. ക്ഷമിക്കണം, എൻ്റെ ഈ അനുഭവം ഭഗവാന്റെ കൃപയാൽ സാറ് വായിക്കുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് ധന്യ. ഓം നമോ വാസുദേവായ. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. മനോഹരമായ അനുഭവം എന്നല്ലാതെ എന്ത് പറയാനാ. അത്രയും മനോഹരമായ അനുഭവം. ഹരേ കൃഷ്ണ.